ഭീഷണിയാണോ? വലിയ ഭീഷണി എന്ന് പറഞ്ഞപ്പം മല ഇടിഞ്ഞു വന്നാൽ ഭീഷണി തന്നെയാണ്. കാരണം കല്ലടന്നതാണ്. മല ഇടിഞ്ഞു മല ഉരുള് പൊട്ടിയതല്ല, കല്ലിടിഞ്ഞു പോകുന്നതാണ്. മല മുഴുവൻ കല്ലാണല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ മലയൊക്കെ. അപ്പം മല ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ട് വീണു. അതിൻ്റെ ബാക്കി കല്ല് ഇന്നും കൂടി താഴോട്ട് പോരുമോ എന്നുള്ള ഒരു പേടിയാണ്. വലിയ കല്ലുണ്ടല്ലേ? ഉണ്ട്, അതിൻ്റെ ഉണ്ട്. അത് ഏത് നിമിഷം പോരാതിരിക്കാം. അപ്പം എന്താ അതിൻ്റെ സ്ഥിതി എന്ന് അറിയണമെങ്കിൽ തന്നെ കാലാവസ്ഥ ഒന്ന് മാറിയെങ്കിൽ അവിടെ കയറിപ്പോയി നോക്കാൻ പറ്റുള്ളൂ. താഴ്വാരത്ത് കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇല്ല, താമസം ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ കൂടെയുള്ള വീടുകളേ ഉള്ളൂ. മുകളിലുള്ള വീട്ടുകാരൊക്കെ നേരത്തെ തന്നെ അവിടെ തന്നെ താഴോട്ട് സൗകര്യാർത്ഥം മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇടിച്ചിലല്ല, ഒരു പാറയുടെ ഒരു കഷ്ണം അടന്നു പോകുന്നതേ ഉള്ളൂ. അത് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കല്ലടന്ന് താഴോട്ട് വീണതാണ്. ഒരു 10 മണിയോടുകൂടെ ശേഷം ഞാൻ അന്നേരം വീട്ടിലുണ്ട്. ഒരു കല്ലടന്ന് പോകുന്നു, അത് പോരുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അന്നേരം മഴയൊന്നുമില്ല, അതേ ഉണ്ടായിട്ടുള്ളൂ. വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാരെന്ന് പറയുമ്പോൾ ഈ റോഡിന്റെ സൈഡിൽ കൂടെ ഒരു 8-10 വീട്ടുകാരുണ്ട്. അവരെ നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട്. മറ്റു ഭയാനകമായ രീതിയിലുള്ള അവസ്ഥകളൊന്നും ഇപ്പം അവിടെ ഇല്ല. ഒരു പാറ കണ്ട ഒരു കഷ്ണം നടന്ന് പോന്നിട്ടുണ്ട്, അത്ര ഭീതിതമല്ല. ഇവിടെ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു യോഗമൊക്കെ ചേർന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടക്കം നേതൃത്വത്തിലാണ് ആ യോഗം ചേർന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ നിലവിലെ സാഹചര്യം എന്താണ്? നിലവിലിവിടെ പഞ്ചായത്തിന്റെ അത് ഭീഷണി തന്നെ നിലനിൽക്കുക. അപ്പം നിലവിൽ രാവിലെ 10 മണിക്കായിരുന്നു സംഭവം ഉണ്ടായത്. രാവിലെ 10 മണിക്ക് ഉണ്ടായ സമയത്ത് നമ്മളവിടെ കയറി നോക്കുന്ന സമയത്ത് വളരെ ഭീകരമായ രീതിയിലാണ് സംഭവം, കല്ലുകൾ വന്ന് നിൽക്കുന്നത്. പിന്നീട് നോക്കുമ്പം ഒന്നുകൂടി നമ്മൾ കയറി സമയം നോക്കുന്ന സമയത്ത് ആ നിന്ന സ്ഥലത്ത് നിന്ന് കല്ലുകൾ പിന്നെയും ഉരുട് താഴേക്ക് വന്നിട്ടുണ്ട്. കുറേ കല്ലുകൾ പിന്നെ പോരാൻ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ചില ആളുകളെ മാറ്റാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തിട്ട് നമ്മൾ 21 കുടുംബങ്ങളെ നമ്മൾ അവരുടെ വീടുകളിൽ പോയി കണ്ട് സംസാരിച്ച് ഒരു അടിയന്തരമായി ഇവിടുന്ന് മാറാൻ നമ്മൾ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഇപ്പോൾ ഒന്നുകൂടി വാർഡ് മെമ്പർ അവരുടെ സ്ഥലങ്ങളിൽ വീടുകളിൽ ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. വീടുകളിൽ വാർഡ് മെമ്പറും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കൂടി പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അടിയന്തരം നമ്മൾ ഈ ഡിസാസ്റ്ററിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മീറ്റിംഗ് വിളിച്ച് അടിയന്തരമായിട്ട് നമ്മൾ ഈ 21 പേരെ അടിയന്തരമായി മാറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഒന്നുകിൽ ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ക്യാമ്പിലേക്ക്, സ്കൂളിൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ ക്യാമ്പ് അടക്കം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 21 കുടുംബങ്ങളും മറ്റു ബന്ധു വീടുകളിലേക്കാണ് മാറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നാളെയൊക്കെ സ്ഥിതി രൂക്ഷമായി കഴിഞ്ഞാൽ ക്യാമ്പിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ ഈ മണ്ണാത്തിയേറ്റ് മല എന്നാണ് ഈ മലയുടെ പേര്. ആ മലയുടെ ഒരു പാറക്കഷ്ണം പോലെയുള്ള കല്ലുകൾ അടങ്ങിയ ഒരു ഭാഗം താഴെ കടർന്നതാണ്. അതാണ് ഇപ്പോൾ ഒരു ഭീഷണിയായി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വീടുകൾക്ക് മറ്റ് അപകട സാധ്യതകളോ മറ്റൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ അതിന്റെ മുകളിലെ ഭാഗം, ബാക്കി കല്ലുകളടക്കമുള്ള കൂറ്റൻ കല്ലുകളടക്കമുള്ള ഭാഗം താഴേക്ക് പതിച്ചാൽ അതൊരു പക്ഷേ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾക്ക് ഭീഷണിയാകുമോ എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തടക്കം ഇതിലിപ്പോൾ ഒരു ജാഗ്രത പുറപ്പെടുവിച്ചുകൊണ്ട് കുടുംബങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ജാഗ്രതയോട് കൂടി തന്നെ ഈ പ്രദേശത്തുകാർ നിൽക്കുകയാണ്. അത്ര ഭീതിതമല്ല എന്ന് പറയുമ്പോൾ പോലും കുറെ കൂടെ ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. ശരി, എന്തായാലും മഴ തുടരുന്നത് ആളുകൾക്ക് ഭയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.